കണ്ണനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ പെയിൻറ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവർക്ക് എവിടെയും പെയിൻ്റ് ആവാതെ വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ സ്ത്രീ ഏതെന്നോ, അല്ലെ ആ സ്ത്രീക്ക് വരയ്ക്കാൻ അറിയോ, അല്ലെ നിനക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ടോ, അല്ലെ നീ ഉഡായിപ്പുകാരിയാണ് എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാര്യം എന്താ വെച്ചാൽ, ഒരു ചെറിയൊരു വര, ചെറിയൊരു പെൻസിൽ ആർട്ടാണെങ്കിൽ പോലും അതിനെത്രമേൽ കഷ്ടപ്പാടുണ്ടെന്നും അതിനെത്രമേൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നും ഉള്ളത് മനസ്സിലാക്കുന്ന ഒരാൾ മറ്റൊരാളെ കുറ്റം പറയാൻ പോവില്ല. കാരണം അത്രമേൽ വാല്യൂ, അല്ലെ അത്രമേൽ ആ കഷ്ടപ്പാടിനെ മനസ്സിലാക്കുന്ന ഒരാളും കുറ്റം പറയാൻ പോവില്ല. അല്ലാത്ത ആൾക്കാരൊക്കെ അവൾക്ക് വരയ്ക്കാൻ അറിയോ, അവൾ ഉഡായിപ്പാണ് എന്നൊക്കെ പറയാൻ വരും, തീർച്ചയായിട്ടും വരും. കാരണം അവർക്കറിയില്ല ഏതൊരു തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ കാരണം, ഞാൻ ഇവിടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പെയിൻറ് ചെയ്യാനിരുന്നതാണേ. ഇതാണ് ഞാൻ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണന്. ആ ഒരു പെയിൻറ്റിങ് തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് എൻ്റെ കൈമേൽ ആയ പെയിൻറ്, ഇത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് പെയിൻ്റ് ആക്കിയതോ ഒന്നുമല്ല കേട്ടോ. കാരണം വീഡിയോക്ക് വേണ്ടിയിട്ട് പെയിൻ്റ് ആക്കാനും വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതാക്കാനും എന്തിൻ്റെ ആവശ്യം? ഞാൻ വരയ്ക്കുന്നൊരു മേശയാണ്. ഈ മേശയുടെ ഒരു അവസ്ഥ കണ്ടോ? അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ഒരു കാര്യം ചിന്തിക്കുക. ആ സ്ത്രീക്ക് എവിടെയും ആവാതെ, എവിടെയും പെയിൻ്റ് ആവാതെ, കയ്യുമ്മൽ പെയിൻ്റ് ആവാതെ, ഡ്രസ്സിൽ പെയിൻ്റ് ആവാതെ, നമ്മൾ വരയ്ക്കുന്ന മേശൻ്റെ മുകളിൽ പെയിൻ്റ് ആവാതെ ആ സ്ത്രീ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ആ സ്ത്രീയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെ ഞാൻ 13 വർഷമായി വരയ്ക്കുന്നു. എനിക്കൊരു നല്ല ഡ്രസ്സ് പോലും വീട്ടിൽ കൂടി ഇടുന്നില്ല, എല്ലാത്തിലും പെയിൻ്റായി കിടക്കുക. എന്തിനത്? ഇതൊക്കെ ചുമ്മാ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വരയ്ക്കണ്ടയോ ഇതാക്കണ്ടയോ ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, അങ്ങനെ ആ സ്ത്രീക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൗഡ്, എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കുക, അല്ലെ പ്രൗഡാണെന്ന് പറയുക ചെയ്യണം. കാരണം എൻ്റെ അറിവിൽ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലർ ഇപ്പം ഒരുപാട് ക്ലേ ആർട്ടും ഒക്കെ ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ലേ ആർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൈമേൽ മണ്ണാവില്ല എന്ന്, ഇപ്പം മണ്ണിൻ്റെ ക്ലേ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ മണ്ണിൻ്റെ ക്ലേ, അല്ലെ ക്ലേ തന്നെ നമ്മുടെ കൈമേലാവാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതേപോലെ അപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഭയങ്കരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ വരയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കഴിവിനെയോ ഒരിക്കലും കുറ്റം പറയാനോ തരം താഴ്ത്താനോ പോവില്ല. കാരണം ഇത്രമേൽ ഹാർഡ് വർക്കാണ് ഒരു വർക്ക് എന്നുള്ളത് എനിക്കറിയാവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വരച്ച് തീർന്നപ്പോഴേക്കിതേ എൻ്റെ ഒരു കൈയിൻ്റെ അവസ്ഥ പെയിൻറ്റ് ചെയ്ത് ഒരു പകുതിയായിട്ടേ ഉള്ളൂ. ബാക്കി പകുതിയോട് ചെയ്യുമ്പോൾക്ക് ഫുള്ളായിട്ട് കൈമേൽ ഇതൊക്കെ പോക്കിയിട്ട് വേണം ഇനി ഒരു ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പം നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. അതേ ഞാനിന്ന് പെയിൻറ്റ് ചെയ്ത കണ്ടതാണ്. ഓക്കേ, ടാറ്റാ.